പ്രമുഖ നടി ദീപിക പദുക്കോണിനെ കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. കോടികൾ കൊയ്ത് വലിയ വിജയം നേടിയ സിനിമയിൽ നിന്ന് ദീപിക പിന്മാറിയത് തന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കാത്തതിനാലാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. പ്രഭാസിനെ നായകനാക്കി നാഗ് അശ്വിൻ സംവിധാനത്തിൽ തെലുങ്കിൽ വലിയ വിജയം നേടിയ പാൻ ഇന്ത്യൻ ചിത്രമാണ് കൽക്കി. സിനിമയിൽ നായികയായി എത്തിയത് ദീപിക പദുക്കോണായിരുന്നു. അമിതാഭ് ബച്ചനും കമൽഹാസനും അടക്കം നിരവധി താരങ്ങൾ അണിനിരന്ന ചിത്രം കൂടിയായിരുന്നു ഇത്. വലിയ വിജയം നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇതിനിടയിലാണ് ചിത്രത്തിൽ നിന്നും ദീപിക പുറത്തായതായി വാർത്തകൾ വരുന്നത്. നേരത്തെ ഷൂട്ടിംഗ് സെറ്റുകളിൽ സമയക്രമം വേണമെന്ന നടിയുടെ ആവശ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ദിവസം 6 മണിക്കൂർ ജോലി സമയം, ചിത്രത്തിന്റെ ലാഭവിഹിതം, ഉയർന്ന പ്രതിഫലം തുടങ്ങിയ ഡിമാൻഡുകളാണ് ദീപിക മുന്നോട്ട് വെച്ചത്. ഇതേ ചൊല്ലി ദീപികയും സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്കയും നടത്തിയ തർക്കങ്ങൾ വാർത്തകളിൽ നിറയുകയും ചെയ്തിരുന്നു. ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ സന്ദീപ് റെഡ്ഡിയുടെ ചിത്രത്തിൽ നിന്ന് ദീപികയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. പ്രഭാസിനെ നായകനാക്കി വാങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റിൽ നിന്നാണ് ദീപികയെ ഒഴിവാക്കിയത്. കൽക്കിയിൽ നിന്നുകൂടി ദീപികയെ ഒഴിവാക്കിയതോടെ നടിയുടെ ഡിമാൻഡുകൾക്ക് നേരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം കൽക്കിയിൽ ഏറെ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് ദീപിക അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ദീപികയില്ലാതെ രണ്ടാം ഭാഗം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയും ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യൻ മിഥോളജിയായ മഹാഭാരതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷനാണ് കൽക്കി 2898 AD. കാശി, കോംപ്ലക്സ്, ശംഭാല എന്നിങ്ങനെ 3 ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ 3101 മഹാഭാരതത്തിന്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ AD 2898 സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്.